കേട്ടോ. അപ്പോൾ ഓഫറിൽ കണ്ടപ്പോൾ ഞാനത് ഓർഡർ ചെയ്തതാണ്. ഓർഡർ ചെയ്ത ശേഷം എന്താ നമുക്ക് വാങ്ങിയ പാഴ്സല് നോക്കണ്ടേ. അപ്പം ഞാനിത് 500-600 അത്ര രൂപയ്ക്കാണ് കണ്ടാ വാങ്ങിയേ. ഇത്രയെന്ന് തോന്നണേ, ഞാൻ ഓർക്കണല്ലോ ചേട്ടാ. ഹായ്, ബിനസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങള് കാലത്ത് തന്നെ മങ്ങാട്ടുകാവിലേക്ക് പോവാണ് കേട്ടോ. ഞാനൊരു കാര്യം മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നേ, അത് ഓർഡർ ചെയ്തു. അത് ഭയങ്കര രസമാണ്. എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ടൊരു ബോക്സാണ് കേട്ടോ. അപ്പോൾ ഓഫറിൽ കണ്ടപ്പോൾ ഞാനത് ഓർഡർ ചെയ്തതാണ്. ഓർഡർ ചെയ്തിട്ട് ഇപ്പം 2 ആഴ്ചയോളമായി. പൈസ അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്തേ. പക്ഷേ സാധനം ഇങ്ങ് പോന്നിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ എത്തുന്നതായിട്ട് തൊടുപുഴ വരെ എത്തിയതായിട്ട് കണ്ടു. അവിടെ നിന്ന് പിന്നെ ഒരു റിപ്പോർട്ടും ഇല്ലായിരുന്നു. ഞാൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പൈസ പോയി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞെന്നെ ഹരാസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹരാസ് ചെയ്ത് സാധനം എന്താണെങ്കിലും എത്തിയിട്ടുണ്ട്. അപ്പം വീട്ടിലേക്ക് കൊണ്ടുതരാൻ വലിയൊരു ബോക്സാന്ന് പറഞ്ഞപ്പം ഒരു ഡെലിവറി ചേട്ടൻ അതിലെങ്ങാണ്ട് വരുന്നുണ്ട്. അപ്പം പുള്ളിയുടെ കൊടുക്കാം. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വന്ന് എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് എടുക്കാൻ പോവുകയാണ്. പോയിട്ട് വരുമ്പോൾ നമുക്ക് ഇച്ചിരി കപ്പ വാങ്ങിച്ചുകൊണ്ട് വരണം. നല്ല മത്തി മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മത്തി ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ചെണ്ട മുറിയൻ കപ്പ കഴിക്കാം. അപ്പം അതിനു വേണ്ടി നമ്മളിപ്പോൾ സാധനം എടുക്കാനായിട്ട് പോവാണ്. നമ്മുടെ തൊടുപുഴ മങ്ങാട്ടുകവല എക്സ്പ്രസ് ബീസിലാണ് കേട്ടോ. ഞാൻ അവിടെ പോയി നേരത്തെ കൊറിയറൊക്കെ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സംഭവം സ്ഥലം എനിക്കറിയാം, ഒരു ഊഹമുണ്ട്. രാവിലെ ഒരു കാലാവസ്ഥ സുഖമല്ല, രാവിലെ മഴയാണ്. രാവിലെ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓണപ്പൂവൊക്കെ ഇട്ടത് ഇന്ന് തൃക്കേട്ടപ്പൂ ഇട്ടത് നമ്മൾ സിറ്റ് ഔട്ടിലാണ് ഇട്ടത്. മുറ്റത്തിടുമ്പോഴാണ് അതിൻ്റെതായ ഒരു ഭംഗി കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മുടെ ടൈല് വൈറ്റ് ആയതുകൊണ്ട് ഗ്രീനൊക്കെ വരുവാണെങ്കിൽ നല്ലതാണ്. അതിന് ഇലയൊന്നും ചേർത്തില്ലേ, വേറൊരു ഇലപ്പൂച്ചെടിയുടെ ഇല ഇട്ടു. ബാക്കിയെല്ലാം ഞാൻ പൂവായിട്ട് അന്നേരം വൈറ്റ് പൂവിട്ടപ്പോൾ ഒരു ഭംഗി വൈറ്റ് ടൈലിലേക്കാണ് ഇപ്പോൾ രസം തോന്നിയില്ല. പക്ഷെ മുറ്റത്തിടുമ്പോൾ പൂവിന് ഇച്ചിരോടെ ഭംഗിയാണ്. പിന്നെ റോഡിലൂടെയൊക്കെ പോകുന്ന ആളുകൾക്ക് മുറ്റത്തെ പൂ കാണാനൊക്കെ നല്ല രസമായിരിക്കും. ഇറയത്തങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതത്ര പോരാ, എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആൻസ് ആണെങ്കിൽ SPCയുടെ ക്യാമ്പ് 3 ദിവസമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോയേക്കുക. നാളെ ക്യാമ്പ് തീരത്തുള്ളൂ. അപ്പം നല്ലതാട്ടോ. ഫോട്ടോസൊക്കെ ടീച്ചർ ഇട്ട് കണ്ടു. CPR കൊടുക്കുന്നത്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. നല്ലതാണ്. എന്തോ ചിന്തിച്ചിട്ട് ചേട്ടൻ്റെ കൈയും കാലൊക്കെ എടുത്ത് തന്നെത്താനെ പറയുന്നു. മറന്നുപോയാ? അവിടെ നിന്ന് അടിക്കാം. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പം നമ്മൾ എന്താണെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊറിയർ ഇതായിരിക്കുന്നു. പിന്നെ നമ്മളിത് മുട്ട വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇച്ചിരി കപ്പ വാങ്ങണം. എന്നിട്ട് നമുക്ക് വീട്ടിലെത്തണം. കപ്പ പൊളിക്കണം, പുഴുങ്ങണം, കഴിക്കണം. അതിനത്ര വലിയ പാക്കറ്റൊന്നുമല്ല, എന്നാലും നമ്മുടെ സാധനങ്ങളെല്ലാം ഇനി സെറ്റ് ചെയ്തൊന്ന് വെക്കണം. എനിക്കെൻ്റെ സാധനങ്ങൾ കുറച്ചൊക്കെ എടുത്ത് വെക്കാൻ ഒരു സ്പേസ് ഇല്ല. അപ്പം അങ്ങനെ കുറച്ചൊക്കെ വെക്കണം. അതിനൊക്കെ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. എല്ലായിടത്തും നല്ല തിരക്കാണ് കേട്ടോ. ഓണത്തിൻ്റെതായ തിരക്കുകളൊക്കെയാണ്. അവധിയൊക്കെ തുടങ്ങിയില്ലേ, അതിൻ്റെ തിരക്കുകളൊക്കെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഫ്രൂട്ട്സ് കടയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ടോപ്പ് കട. ഞാൻ ഇവിടെ നിന്ന് ചുരിദാറിന് ടോപ്പൊക്കെ എടുക്കാറുണ്ട്. കുറേ നാളായി പോയിട്ട്, കുറേ ആയിക്കോട്ടെ. ഇപ്പം നമ്മളെ ചുരിദാർ ഞാൻ എടുക്കാറില്ല. നമ്മൾ സാരി ഈ അടുത്ത കാലത്ത് സാരി വാങ്ങിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ
പിന്നെ ചുരിദാറിട്ടിപ്പോൾ എങ്ങും പോകുന്നുമില്ല. ഇപ്പോൾ എന്നും കോളേജിലൊക്കെ പോകുന്നതുകൊണ്ട് ഡെയിലി സാരിയാണ്. അതുകൊണ്ട് എനിക്ക് ചുരിദാറിട്ട് ക്ലാസ്സിൽ പോകുന്ന ഇഷ്ടമല്ല. ഒരു നിവൃത്തിയില്ലെങ്കിലേ ഞാൻ ചുരിദാറിടാറുള്ളൂ കോളേജിൽ. അല്ലെങ്കിൽ ഞാൻ സാരിയാണ്. ഞാൻ ചുരിദാറിട്ട് പോയിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. ഇതിട്ടുണ്ടോ പോയെ ദേ മിസ് ചുരിദാർ എന്നെ അങ്ങനെ കാണാറില്ല. ഇനി ക്ലാസ് ഇല്ലാതെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കോളേജിൽ വെച്ചെടുക്കുവാണെങ്കിൽ ഞാൻ ചുരിദാറിട്ട് പോകാം. അല്ലെങ്കിൽ സാരി എടുത്ത് ഞാൻ പോകാറുള്ളൂ. എനിക്കതാ ഇഷ്ടം. നല്ല സെറ്റ് സാരി അല്ല, ധാവണിയാട്ടോ. എനിക്കൊരു ധാവണി പറഞ്ഞു എനിക്ക് തയ്ക്കണം. ഒരു പാവാടയും ബ്ലൗസും തയ്ച്ചിട്ട് ധാവണി ഒരു മെറൂൺ കളർ ഷോള എനിക്കുണ്ട്. നല്ല നീളമുള്ള ഷോള. ആ ധാവണിയാക്കണം ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇച്ചോടെ മെലിയ നല്ല തിരക്കാല്ലേ. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കപ്പ വാങ്ങണം. കപ്പ നമുക്ക് കുന്നത്ത് നിന്നും വാങ്ങണം. കുന്നം കപ്പക്കട. ഇപ്പോൾ ക്ലോസ്ഡ് ബോർഡൊക്കെ അമ്മരെടുത്ത് മാറ്റി. എന്നാ ചേട്ടാ ആ പമ്പിന് പറ്റിയല്ലോ. നല്ല ഡീസലും പെട്രോളും ഒക്കെ ആയിരുന്നു. നല്ല പെട്രോൾ, നല്ല ഡീസൽ, ഒരു മായമില്ലാത്ത സാധനം. അപ്പോൾ അതാ നമ്മൾ മീനിച്ചിരി ഉള്ളത് പൊരിക്കുവാണ്. മത്തി പൊരിച്ചതും പിന്നെ കപ്പ പുഴുങ്ങിയതും, ചെണ്ടമുറിയൻ കപ്പ. അപ്പോൾ കപ്പയൊക്കെ ഞാൻ വന്ന വഴിയും കപ്പയുടെ തൊണ്ട് കഴുകിയിട്ടാട്ടോ പൊളിച്ചാലേ പിന്നെ കപ്പയിലൊക്കെ ചെളിയെല്ലാം പിടിക്കും. നല്ല നാടൻ കപ്പയായിരുന്നേ, പാണ്ടിക്കപ്പയല്ലായിരുന്നു. ഇപ്പോൾ വരുമോ? അപ്പോൾ മീൻ മുട്ട ഒക്കെ എടുത്ത് വെച്ചിട്ട് വേഗം വരണേ. ഇപ്പൊ തന്നെ കപ്പയാ മതി. കപ്പേന്ന് കൊച്ച കെട്ടു തുടങ്ങി. വിശന്നിട്ടാ എന്നാ ചിന്തിക്കണ? സിങ്ക് ക്ലീൻ ആക്കുവല്ലേ. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് ഇച്ചിരി കപ്പയൊക്കെ പുഴുങ്ങി തിന്നു. ചെണ്ടമുറിയൻ കപ്പയാട്ടോ പുഴുങ്ങി. അതിന് ശേഷം നമുക്ക് വാങ്ങിയ പാഴ്സൽ നോക്കണ്ടേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാരണം എനിക്ക് എൻ്റെ കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ എത്രയാന്ന് വെച്ചാലാ അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഭയങ്കര സെറ്റപ്പിലാണല്ലോ വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വെക്കണ സാധനം തോന്നും അല്ലേ. ഞാനിത് മീഷോയിൽ കാണിച്ചു തരാം കേട്ടോ. അതാണ് അതിൻ്റെ പെട്ടികൾ. ഇതതിൻ്റെ കോല്. ആ ബോക്സ് കളയണ്ട, നല്ല ബോക്സാണ്. എനിക്കൊരു കോഴിക്കുഞ്ഞിനെ വളർത്താൻ ബോക്സ് ഇല്ലാതിരിക്കുമായിരുന്നു. മമ്മാസിനെ ഞാനത് ജനൽ പോലെയാക്കും. അവനെനിക്ക് കാണണം ഒരു സൈഡ്. ഇതല്ല വലിയ സാധനം അല്ലേ ചേട്ടാ? വില എത്രയാണെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം ഞാനിത് 500-600 അത്ര രൂപയ്ക്കാണ് കണ്ടാ വാങ്ങിയേ. ഇത്രയെന്ന് തോന്നണേ, ഞാൻ ഓർക്കണല്ലോ ചേട്ടാ. ഇപ്പം അതിന് 700 സംതിങ് ആയി വില.
ഇതിലേക്ക് കോല് കുത്തുവാല്ലോ ചേട്ടാ. സെറ്റ് 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 സെറ്റ്. പല വീതിയല്ലല്ലോ, ഒരേ വീതിയല്ലേ? പൊട്ടിയിട്ടുണ്ടോ ചേട്ടാ? ഇല്ല. ഇത് ഏറ്റവും അടിയിൽ വെക്കണം അല്ലേ ചേട്ടാ? തിരിച്ചാ തിരിച്ചാന്നേ. ഇതടിയിലേക്ക് വരണം. ഇതതിൻ്റെ കാലല്ലേ ചേട്ടാ? യെസ്, സെറ്റ്. ചേട്ടനറിയാലോ. ഇത് സിമ്പിളാണല്ലോ. ഇനി ആ സാധനം കയറ്റി വെക്കണം അല്ലേ? ഇങ്ങോട്ടാ എന്നാണ് നല്ല ഒത്തിരി. എനിക്ക് നൂലൊക്കെ ഉണ്ടല്ലോന്നേ, അതൊക്കെ ചുമ്മാ വെച്ചേക്കുമല്ലേ ചേട്ടാ? അപ്പം അതൊക്കെ എടുത്ത് വെക്കാലോ. പൊട്ടിക്കില്ലട്ടാ. അപ്പം ഞാൻ അങ്ങനെ ഓർത്തെ. ഇങ്ങനെയാ വലിക്കണം കേട്ടോ. ഒരു സൈഡിൽ തടയുണ്ട്, ഒരു സൈഡിൽ തടയില്ല. ഇപ്പം മനസ്സിലായി. ഒത്തിരി സാധനം എനിക്ക് വയ്ക്കാം. ഇത് ഇങ്ങനെ തുറന്നാൽ മതി സാധനം എടുക്കാൻ. ഏത് വെള്ള കഴിഞ്ഞാൽ പിന്നെ നീല. സെറ്റ്. രണ്ട് നീല അടുത്തടുത്ത് വന്നോ? ഏതാ വെക്കണ്ട? പിങ്ക്. യെസ്. മറ്റേത് നമ്മൾ ഇന്നാൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയതിന് 300 ആയില്ല ചേട്ടാ. അത് വെച്ച് നോക്കി ഇതെന്ത് ലാഭമാണ് അല്ലേ? നല്ല വലിയതല്ലേ ഇതാ അല്ലേ ചേട്ടാ? ചേട്ടാ ജോലി ചെയ്യണ തിരക്കില്ല. ഇനി വെക്കണോ മഞ്ഞ? വെക്കണ്ട. പൊട്ടിക്കാതെ വെക്കണം ഉള്ളിലേക്ക്. ഇല്ല, ഇതൊന്ന് കയറ്റി വിടാമോ ചേട്ടാ? കയറ്റി വിടാൻ പറ്റണില്ല ചേട്ടാ. തിരിച്ചു പോയി ചേട്ടാ ഇത് വെച്ചത്. പിന്നെ ഞാൻ അങ്ങോട്ടും എല്ലാം ഇങ്ങോട്ടല്ലേ തുറക്കേണ്ടത്. ഒരു സൈഡല്ലേ വെക്കുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെ വെച്ചാൽ മതി.
വെച്ചു. ഇത് കുട്ടി 2 സെറ്റ് വാങ്ങാറുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? ഒറ്റ ഇതിൽ തന്നെ അങ്ങ് വെച്ച് പോവാനെ അല്ലേ? അല്ലേ ചേട്ടാ? ഇനി ഏതാ? നീല. ഇഷ്ടംപോലെ സാധനം വയ്ക്കാനൊക്കെ. ചേട്ടൻ എഴുന്നേറ്റ് നിൽക്കേണ്ട വന്നു അല്ലേ ചേട്ടാ? പെട്ടി എനിക്ക് വേണം. പെട്ടി എനിക്കൊരു കോഴിക്കുഞ്ഞിനെ വാങ്ങിവിടാൻ, ബൊമ്മാസാക്കാൻ. എനിക്ക് ഇതുവരെ ഒരു ബൊമ്മാസിനെ കിട്ടിയില്ല. നല്ലൊരു പൂവൻ കുഞ്ഞിനെ മതി എനിക്ക് ബൊമ്മാസാക്കാൻ. അങ്ങനെയല്ല, തിരിച്ച്. ആ അങ്ങനെ. യെസ് ചേട്ടാ, അങ്ങനെ. അപ്പം അത് ഇതന്നെ ഇങ്ങനെ പൊങ്ങിയിരിക്കണ. അതിന് മോളാല്ലേ ചേട്ടാ? ഓ, മുകളിലൊരു ഫ്ലവർ വേസ് വെക്കാം. നല്ല സാധനമാണ് കേട്ടോ, ക്വാളിറ്റി ഉള്ള സാധനമാണ്. നല്ല സാധനം. ആ ഹൈറ്റ് ഉണ്ട്. എനിക്ക് നൂലൊക്കെ ഇട്ട് വെക്കാനാണ്. നൂലൊക്കെ ഇല്ലേ, അങ്ങനെ. ഇത്രയും വേണ്ടായിരുന്നു. ഇത് രണ്ട് സൈഡിൽ നിന്നും ആക്കണമായിരുന്നു. എങ്ങനെ? ഇതിപ്പോ ഒത്തിരി വലുതല്ലേ, ഇത് 2 ആക്കണം. അപ്പൊ ഹൈറ്റ് കിട്ടും, ഒത്തിരി ഇത് കണ്ടി കിട്ടും. ഇതിപ്പോ എന്താ എന്തോ നൂല് കൊള്ളും. എടുക്കാൻ എളുപ്പമില്ല. അല്ല, ഇത് 2 ആക്കി കഴിഞ്ഞാൽ ശരിയല്ലേ? ഉണ്ടോ? നൂല് വെക്കാം. എനിക്കൊരു വളകള്, മാലകള്, മുത്തുമാലകളൊക്കെ ചുമ്മാ ഇങ്ങനെ ഓരോ ടിന്നിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചാ അതും പഴയതും ഇത് കൂടെ കൂടുമ്പോൾ ആ. പിന്നെ ചാർജ് ചെയ്യണ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ മേലെ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തുറന്ന് ഓരോ കളിയിൽ ഇന്നതുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തുറന്ന് എടുക്കുകയും ചെയ്യാം. അങ്ങനെ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പോൾ അടുത്ത പരിപാടിയിലേക്കൊക്കെ പോകണം. വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സാധനം വാങ്ങണം എന്നുള്ളത്. ഇപ്പം അത് വാങ്ങി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം സൂപ്പർ. എനിക്ക് എൻ്റെ എല്ലാ കൂട്ടം കാര്യങ്ങളും ഇട്ട് വയ്ക്കാം. കുപ്പിവളകളെല്ലാം കൂടെ വേണമെങ്കിൽ ഇതിനകത്ത് ഒന്നിച്ചിട്ട് വയ്ക്കാം അല്ലേ? അതെ, കുപ്പിവള ഇടുമ്പോൾ ഒരേ സൈസ് കെട്ടി എടുക്കാൻ എളുപ്പം. അല്ല, എല്ലാം കൂട്ടിയിടുമ്പോൾ എടുക്കാൻ പാടാം. അല്ലെങ്കിൽ ഒന്നില്ലേ റബ്ബർ ബാൻഡ് ഇട്ടോ എങ്ങനെയെങ്കിലും കെട്ടിയിടുക നമ്മൾ. അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിടും. അല്ല, റബ്ബർ ബാൻഡെങ്കിലും കെട്ടിയിടുക. അപ്പോൾ നമുക്ക് അതും ഇടുക, ഒന്നും തിരിച്ച് വയ്ക്കുമ്പോൾ ഞാൻ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ തിരയുന്നതും തിരഞ്ഞും ഇങ്ങനെ ഒരു മാസമെങ്കിലും അവന് കൊടുക്കേണ്ടവരും അവൻ്റെ വെള്ളിട്ട് അതിനെന്തെങ്കിലും ഇട്ട് വയ്ക്കാൻ വേണമെന്ന് ചോദിക്കണം. അപ്പം ഏതായാലും സംഭവം സൂപ്പറാണ്. നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ്. ബൈ.